കല്യാണം 2002 കഴിച്ച് കഴിഞ്ഞപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആയപ്പോൾ ആകെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആൺകുട്ടി ആയിരിക്കുമെന്ന് 100% ഉറപ്പായിരുന്നു. അതിൽ വേറൊരു പേരിനെ പറ്റി ആലോചിച്ചിട്ട് വരില്ല. ആകെ ഒരു പേരുള്ളൂ ആർസനൽ. പെൺകുട്ടി ആയിരുന്നെങ്കിലെന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആലോചന മനസ്സിൽ വന്നിട്ടില്ല. പിന്നെ ആർക്കും വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല. പിന്നെ രണ്ടാമത്തെ കുട്ടിയായപ്പോൾ ആരോൺ റാംസി കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അവനതുകൊണ്ട് ആരോൺ എന്ന് പേരിട്ടു. അപ്പോൾ ആർസനലിൻ്റെ അനിയൻ ആരോൺ അങ്ങനെ ഒരു ഇതിൽ ഇട്ടു. ആർസനലിനെ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വന്നത് ആർസനലിൽ കളിച്ചിരുന്ന കാനു എന്നുള്ള കളിക്കാരനെ പറ്റിയിട്ട് 94 ലോകകപ്പിലാണെന്ന് തോന്നുന്നു. 94 98 എന്നൊരു സംശയമുണ്ട്. മാതൃഭൂമി സ്പോർട്സിൽ കാനുവിനെ പറ്റിയിട്ടൊരു ലേഖനം ഉണ്ടായിരുന്നു. അപ്പോഴാണ് കാനു ഇങ്ങനെ ഹാർട്ടിൻ്റെ വാൽവ് മാറ്റി വെച്ചിട്ടാണ് കളിക്കുന്നതെന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ കാനുവിനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് കാനു അപ്പോൾ ആർസനലിലാണ് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആർസനലിൽ കാണാൻ തുടങ്ങി. പിന്നെ കണ്ടതിന് ശേഷം വേറൊരു ടീമിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കും കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. അതിനുശേഷം ആർസനലിൽ മാത്രമേ ഉള്ളൂ. അവരിനി എത്ര കാലം കഴിഞ്ഞാലും അത് തന്നെ ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ വേറൊരു ടീമില്ല. മൂത്ത ആൾ കുഞ്ഞായിരുന്നപ്പോൾ അവനെ കൊണ്ട് ഡോക്ടറെ അടുത്തൊക്കെ പോകുമ്പോൾ പേര് ചോദിക്കുമ്പോൾ എന്താ പേര് ആർസനൽ എന്ന് പറയുമ്പോൾ 6 എഴുതിയിട്ടൊരു കുത്തിട്ടിട്ട് സനൽ എന്ന് എഴുതുമായിരുന്നു ആളുകൾ. അപ്പോൾ ഞാൻ വിശദീകരിച്ച് കൊടുക്കും, ഡോക്ടർ ഇങ്ങനൊരു സംഭവമാണ്, ഇതല്ല. പക്ഷേ ഒരു ലേഡി ഡോക്ടർ മാത്രം ഒരിക്കലും ആർസനൽ എന്ന് പറഞ്ഞാൽ ഇത് ഇംഗ്ലണ്ടിലുള്ളൊരു സ്ഥലമല്ലേ എന്ന് ചോദിച്ചു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തിനും അത്രയും വരെയെങ്കിലും അവർ അറിഞ്ഞല്ലോ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ പിള്ളേർക്കൊക്കെ അറിയാം. പിന്നെ ഇവൻ ഈ പേരിൻ്റെ പുറത്ത് ഭയങ്കര സ്റ്റാറാണ് പുള്ളി, ആർസനൽ എന്നുള്ള പേരിൻ്റെ പുറത്ത്. ഇളയവൻ അങ്ങനെ വലിയ ചിന്തകളൊന്നുമില്ല, എന്നാലും ഫുട്ബോളിൽ ഇഷ്ടമാണ്. ചോദിക്കും അച്ഛൻ ARS എന്ന് എഴുതിയേക്കണ ആർസനലല്ലേ എന്ന് ചോദിക്കും കളി കാണുമ്പോൾ. അങ്ങനെ കളിയാണ് അതിനുള്ള പ്രായമായിട്ടില്ല, 9 വയസ്സായിട്ടുള്ള. എന്നാലും കളിക്കാരൊക്കെ ഇഷ്ടമാണ്. ഞാൻ 76 ജനിച്ചാണ്. അപ്പോൾ ഏതാണ്ട് 86 വേൾഡ് കപ്പ് ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്ക് 10 വയസ്സുള്ളൂ. 90 USA തുടങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ TV-യിൽ ലൈവ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും പൊതുവെ എല്ലാ വീടുകളിലും TV ഇല്ല, പ്രത്യേകിച്ച് നമ്മളെപ്പോലത്തെ ഇടത്തരക്കാരുടെ വീട്ടിലൊന്നും TV ഇല്ല. അപ്പോൾ TV ഉള്ള വീടുകളിൽ കൂട്ടുകാരുടെയോ പരിചയക്കാരുടെയോ അയലോക്കാരുടെയൊക്കെ വീടുകളിൽ TV ഉള്ളിടത്ത് കളി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഗ്യാങ്ങായിട്ട് ഒരു ചേട്ടന്മാരും കൂട്ടുകാരും എല്ലാവരും ഉണ്ടാവും. 10-15 പേരുണ്ടാവും. രാത്രി പോകും. രാത്രി മഴക്കാലത്താണ് ലോകകപ്പ് നടക്കാൻ മിക്കവാറും. പോയിട്ട് 2 കളി ഉണ്ടാവും. ഒരു കളിയുടെ ഒരു ഗ്യാപ്പ്. അങ്ങനെ ഒരു കളിയുടെ ഗ്യാപ്പിലാണ് എസ്കേപ്പ് ടു വിക്ടറി എന്ന് പറഞ്ഞൊരു പെലെയൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു ഫിലിം കാണാൻ ദൂരദർശനിലുണ്ടായിരുന്നു. ഞാനിങ്ങനെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ബംഗ്ലാദേശിൽ സെൻട്രൽ ജയിലിൽ സമരം നടത്തിയിരുന്നു ലോകകപ്പ് അവിടെ കാണിക്കണമെന്നും കൊണ്ട്. പിന്നെ നമ്മുടെ എറണാകുളം കോമ്പാറ സ്റ്റേഷനിൽ മോഷണം പോയി TV പിടിച്ചിട്ട് വന്നിട്ട് പോലീസുകാർ കൊടുത്തില്ല. TV വേൾഡ് കപ്പ് ഏടൊരു വെച്ചിട്ടിരുന്നതൊക്കെ പത്രത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരുന്നു. രാത്രി ഇങ്ങനെ പോകും ആ വീടുകളിൽ. അവിടെ ഞങ്ങൾ പോണ വീടുകളിലൊരു കുഞ്ഞോഞ്ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. ആ കുഞ്ഞോഞ്ചേട്ടൻ്റെ അപ്പച്ചൻ ഞങ്ങൾ ചെല്ലുന്ന ഭയങ്കര കാര്യമായിരുന്നു. കുറേ പിള്ളേർ 10-15 ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് പുള്ളിക്കാരെ വൈകുന്നേരം പോയിട്ട് മിക്സറൊക്കെ മേടിച്ചിട്ട് നോക്കും, ചായപ്പൊടിയൊക്കെ മേടിച്ച് നോക്കും, തിളപ്പിച്ച് കുടിച്ചോട്ടെ മക്കളെ കൊണ്ട്. അവർ 10 മണിയാകുമ്പോൾ കയറി കിടന്ന് തുടങ്ങും. ഞങ്ങളിങ്ങനെ ഇരുന്ന് കളി കാണും. 3 മണി 3:30 ഒക്കെ ആകുമ്പോൾ കളി കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വരും. അതൊരു വല്ലാത്ത കാലമായിരുന്നു. അന്ന് TV ഇല്ലാതിരുന്നുകൊണ്ട്. ആർസനലിൻ്റെ കളികളൊന്നും പൊതുവേ മിസ് ചെയ്യാറില്ല. വളരെ വളരെ അപൂർവമായിട്ടേ കളി കാണാൻ പറ്റാതിരിക്കാറുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മളിവിടെ ഇന്ത്യയിലായതുകൊണ്ട് മിക്കവാറും എല്ലാം ഒരു 7 മണിക്ക് ശേഷം 5 മണിക്ക് ശേഷമാണ് കളികൾ. അപ്പോൾ നമ്മുടെ ജോലി മാറ്റി വെക്കേണ്ട ആവശ്യം വരാറില്ല. പിന്നെ രാത്രിയുള്ള കളികളെല്ലാം അലാറം വെച്ച് എണീറ്റിരുന്ന് കാണാമെന്നുള്ളതാണ്. അതിൽ മിസ്സായിപ്പോയൊരു കളിയുണ്ട്, ഒരു സ്പെസിഫിക് ഒരു കളി പകുതിക്ക് വെച്ച് നിർത്തി ഓഫായി കിടന്നൊരു കളിയുണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ചിലപ്പോൾ. ആർസനൽ റെഡിങ് ഒരു ലീഗ് കപ്പ് മത്സരം ഉണ്ടായിരുന്നു. അതിൽ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആർസനൽ 4-0 പിന്നിൽ പോയിട്ട് സങ്കടത്തോടെ കിടന്നുറങ്ങി. കാലത്തടിയിട്ട് നോക്കിയപ്പോൾ 5-7 ആർസനൽ ജയിച്ചായിരുന്നു. വൺ ഓഫ് ദ ബിഗസ്റ്റ് കംബാക്സ് ആണ് ഈ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ. ആ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഹാഫ് കാണാൻ പറ്റില്ല. കാരണം അത്ര സങ്കടമായി പോയി. 4-0 റെഡിങ്ങിനോട് തോറ്റ് നിന്നപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങി. അതൊരു വല്ലാത്ത കളിയായിരുന്നു. മിസ്സായത് ഭയങ്കര മിസ്സാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹൈലൈറ്റ്സ് വെറുതെ യൂട്യൂബിൽ കാണാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഫുട്ബോൾ എൻ്റെ ഭാര്യ ഇത് നോക്കിയിരിക്കാണ്ട് എനിക്ക് ഭാവന ചെയ്യാന്നുള്ള രീതിയിലുള്ള എഫക്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആർസനൽ അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആർസനലിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് എന്നെ അതിൽ നിന്ന് മാറ്റാനായിട്ട് വലിയ പാടാന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ അവരത് ഉപേക്ഷിക്കലാണ് പതിവ്. പിന്നെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ ഭംഗിയേറിയ ഓരോ ഓർമ്മകൾ, ആർസനലിൻ്റെ ചില വിജയങ്ങൾ, ചില തോൽവികൾ നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കില്ല, ചില വിജയങ്ങൾ നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ സാൻ സീറോയിൽ പോയിട്ട് 5-1 ആർസനലിൽ ഇന്റർ മിലാനെ പൊട്ടിച്ചത്. എന്ത് കളിയായിരുന്നു അത്. തിയറി എൻട്രി എന്ന് പറഞ്ഞ കളിക്കാരൻ റിയൽ മാഡ്രിഡിനെതിരെ അടിച്ച ഒരു സോളോ ഗോള്. പിന്നെ ലിവർപൂളിനെതിരെ ജേമി കാരഗർ, ഇപ്പോഴും ജേമി കാരഗർ ഇൻ്റർവ്യൂവിൽ പറയും ഞാനിപ്പോഴും അവൻ എന്നെ വെട്ടിച്ച് പോയത് കണ്ടിട്ട് എനിക്ക് ഉറക്കം പോകാറുണ്ടെന്ന്. അതേപോലത്തെ ലിവർപൂളിനെതിരെയുള്ള തിയറി എൻട്രിയുടെ ഗോള്. ലിവർപൂളിനെതിരെ തന്നെ തിയറി എൻട്രി ഒരു മൂലക്കോട്ട് തട്ടിയിട്ടിട്ട് ജേമി കാരഗറിനെ ഓടി തോപ്പിക്കണത് ഞാൻ ലൈവ് കണ്ടിട്ടുള്ളതാണ്. ഒരു മൂലയിലേക്ക് ആളൊഴിഞ്ഞ മൂലയിലേക്ക് പന്ത് തട്ടിയിട്ടിട്ട് തിയറി എൻട്രി തന്നെ ജേമി കാരഗർ ഒരു 10 യാർഡെങ്കിലും മുന്നിലായിരുന്നു. പക്ഷേ എന്നിട്ട് തിയറി എൻട്രി അങ്ങനെയുള്ള ചില മുഹൂർത്തങ്ങൾ. ലെസ്റ്ററിനെതിരെ നമ്മുടെ ബെർക്കാംപ് അടിച്ച ഗോള്, ന്യൂ കാസലിനെതിരെ ഫിസിക്സിനെ ഡിഫൈൻ ചെയ്ത ഗോള്,
കാനുവിൻ്റെ 0 ആംഗിളിൽ നിന്നുള്ള ചെൽസിക്കിട്ടുള്ള 3-0 വിജയ ഗോൾ, 3-2 വിജയ ഗോള്, എത്ര മനോഹരമായ മെമ്മറീസാണ്. റോബിൻ വാൻ പേഴ്സി പറയാൻ ഇഷ്ടമില്ല, പക്ഷേ എന്നാലും ചാൾട്ടനെതിരെ ഉള്ളൊരു വോളിയുണ്ട് ഇമാനുവൽ എബുവയുടെ ഒരു പാസിൽ, അത് പിന്നെ തിയറി ഹെൻറിയുടെ ബാക്കിൽ ചാൾട്ടൺ അത്ലറ്റിക്കിനെതിരെ സീമാൻ്റെ ഒരു ലെജൻഡറി സേവ് FA കപ്പ് ഫൈനലിൽ അർഷാവിൻ്റെ 4 ഗോള്. അത് ഡ്രോ ആയതിൽ വളരെ വിഷമമുണ്ടെങ്കിലും അർഷാവിൻ ലിവർപൂളിനിട്ട് കൊടുത്ത 4 ഗോള് ആർക്കും സാധിച്ചിട്ടില്ല. എത്ര കളികൾ. എഡ്വാർഡോ കാലൊടിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഗോൾ അടിച്ചിട്ട് ആ ഫിസിയോറെ പോയി കെട്ടിപ്പിടിച്ചതൊക്കെ കരഞ്ഞു പോണ രംഗങ്ങളാണ്. വളരെ വികാരപരമായിട്ട് മാത്രമേ അതൊക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ എഡ്വാർഡോയുടെ കാല് ബിർമിംഗാം സിറ്റിയുടെ കളിക്കുമ്പോൾ ഒടിഞ്ഞത്, അത് കഴിഞ്ഞിട്ട് ആരോൺ റാംസീനെ നമ്മുടെ സ്റ്റോക്ക് സിറ്റിയുടെ കാലൊടിഞ്ഞത്, എബുവയുടെ കാലൊടിഞ്ഞത്, നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് സംഭവിക്കണ പോലെ ആയിരുന്നതെല്ലാം. അതൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ നിൽക്കുകയല്ലേ എപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. ഇതെല്ലാം കണ്ടിട്ട് അസാധ്യമായിട്ട് ഒന്നുമില്ലാന്ന് തെളിയിച്ചു തന്നത് ആർസണൽ തന്നെയാണ്. അതൊക്കെ നമുക്ക് എങ്ങനെയാണ് അതൊക്കെ, നമ്മളിതില്ലാതെ എന്ത് ജീവിതം, എന്തർത്ഥമാണ് ഇതൊക്കെ കണ്ടില്ലെങ്കിൽ ഉള്ളതെന്നാണ് ചിന്തിക്കുന്നത്. ആർസണൽ ഒരു വികാരമാണ്. അതിനെപ്പറ്റി പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല, നമുക്കതില്ലാതൊരു ജീവിതവും ഇല്ല.